സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഒ.ജെ. ജനീഷിനെ പ്രഖ്യാപിച്ചതിലെ തർക്കത്തിനിടെ അബിൻ വർക്കി ഉടൻ മാധ്യമങ്ങളെ കാണും. അബിൻ വർക്കിക്ക് പുറമെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന കെ.എം. അഭിജിത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഒ.ജെ. ജനീഷിനെ സംസ്ഥാന പ്രസിഡന്റാക്കിയതിൽ കടുത്ത എതിർപ്പാണ് എ.ഐ. ഗ്രൂപ്പുകൾക്കുള്ളത്. സലിം മാലിക്, ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായുണ്ട്. സലിം മാലിക്കിലേക്കാണ് ആദ്യം. സലിം, ഇതിപ്പോൾ എ.ഐ. ഗ്രൂപ്പുകൾക്കൊക്കെ ഒരുപോലെ അതൃപ്തിയുണ്ട് എന്നതാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്നലത്തെ തീരുമാനം അത് എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ടെന്ന തരത്തിലേക്കൊക്കെയാണ്, ഒരു സമന്വയ ഫോർമുല നടപ്പാക്കുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ അതൃപ്തി പുകയുന്നു എന്നതാണോ? അനുജ, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്വീകരിച്ച സമവായ ഫോർമുല അത് ഗുണത്തെക്കാളേറെ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന നിലയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ആ സമവായ ഫോർമുല തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട തർക്കത്തിന്റെ കാരണം. നിലവിൽ പ്രസിഡന്റായി ഒ.ജെ. ജനീഷിനെ അംഗീകരിച്ചാൽ പോലും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിലിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് എ.ഐ. ഗ്രൂപ്പുകളുടെ നിലപാട്. മാത്രമല്ല, നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അബിൻ വർക്കിയെ അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പാർട്ടി സംഘടനാ ചട്ടക്കൂടിനകത്ത് അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി. ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നുള്ളതാണ് അബിൻ വർക്കിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വലിയ നിലയിലുള്ള പ്രതിഷേധം അബിൻ വർക്കി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അതിനോടൊപ്പമാണ് നിലവിൽ മാധ്യമങ്ങളെ കൂടി കാണാൻ അബിൻ വർക്കി ഒരുങ്ങുന്നത്. അതിൽ പരസ്യമായി തന്നെ ഈ എതിർപ്പ് പറയുമോ എന്നുള്ളത് കണ്ടറിയണം. നിലവിൽ അങ്ങനെ ഒരു പരസ്യമായ പ്രതികരണം നടത്താൻ വേണ്ടിയാണ് അബിൻ വർക്കി മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. അതിന് പിന്നാലെ നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തിയിരുന്നു. പിന്നാലെ നേതാക്കന്മാർ സമവായത്തിനുള്ള ശ്രമവും അനുനയത്തിനുള്ള ശ്രമവുമൊക്കെ നടത്തിയെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയം കണ്ടിട്ടില്ല. അബിൻ വർക്കി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നറിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.